ആർ.പി. 16-ാം കേരള നിയമസഭ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഒന്നാം സമ്മേളനത്തിനുള്ള നയപ്രഖ്യാപനം ഇപ്പോൾ പൂർത്തിയായി. ഇതിൻ്റെ ഇടയിലും കഴിഞ്ഞ ദിവസമുണ്ടായ വിവാദമാണ് മാധ്യമങ്ങളിൽ ഇപ്പോഴും ചർച്ചാ വിഷയമായി മാറുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീണ്ടും ഈ ഒരു വിഷയം എടുക്കുന്നത്. കാര്യം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം നടന്ന ഇ.ഡി. റെയ്ഡ്, അതിൻ്റെ ഒരു ആവശ്യകത ഉണ്ടായിരുന്നു. ശരിക്കും അതൊരു രാഷ്ട്രീയ പകപോക്കലായിരുന്നു എന്നുള്ളതാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചൂടേറിയ ചർച്ചയായി മാറിയിരിക്കുന്ന ഒരു വിഷയം. എന്താണ് ആർ.പി. ഇതിനെക്കുറിച്ച്? അങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ ഒരു വലിയ ചർച്ച അങ്ങനെയുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ അങ്ങനെ കണ്ടില്ല. അത് CPM-ന്റെ ഒരു ആരോപണം മാത്രമായിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നത്. CPM-ന്റെ തന്നെ ഹാഷ്ടാഗ് ക്യാമ്പയിനൊക്കെ അവർ തുടങ്ങിയിട്ടുണ്ട്. അതെ, അത് CPM-ന്റെ തന്നെ അണികളിലെ ഒരു വിഭാഗം, എല്ലാവരും ഇല്ല, ഒരു വിഭാഗം ഇത് അവർക്കൊരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് അവരങ്ങനെ ഒരു ട്വിസ്റ്റ് അതിന് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് അവരെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടി കംപ്ലീറ്റ് മുന്നണിയിൽ തന്നെ CPM എന്ന് പറയുന്ന പാർട്ടി ഇങ്ങനെ നാണം കെട്ട് നിൽക്കുന്ന ഒരു തോൽവിയാണ് ഉണ്ടായത്. അതിനുശേഷം പിണറായിക്ക് മിണ്ടാട്ടമില്ല. പ്രധാനപ്പെട്ട ഈ പറയുന്ന വലിയ വായ്ത്താരിയൊക്കെ നടത്തിയിരുന്ന ആൾക്കാർക്ക് ആർക്കും മിണ്ടാട്ടമില്ല. എല്ലാവരും ഭയങ്കര ഷോക്കിലായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർക്ക് കിട്ടിയ ഒരു ലൈഫ് ലൈനായിട്ട് അവർ ഇതിനെ കാണുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് ഒന്ന് ഊർജ്ജമായി, അത് ശരിക്കും പിണറായിയുടെ മുഖത്ത് അതിൻ്റെ ഒരു ഊർജ്ജസ്വലത, വെളിച്ചം അന്ന് റെയ്ഡിന് ശേഷം കാണാനുണ്ടായിരുന്നു. എന്നോടൊപ്പം സഖാക്കളുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരു വലിയ ആശ്വാസമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കമ്മിറ്റികളിലും ഇങ്ങനെ വലിയ വിമർശനം നേരിടുമ്പോൾ ഇത്രയും പേരെ എനിക്ക് വേണ്ടി വീണ്ടും ഒത്തുകൂടാനുണ്ടല്ലോ എന്നുള്ള ഒരു 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 ഭാവം, അല്ലെങ്കിൽ ആ ഒരു സംതൃപ്തി അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ട്. കഴിഞ്ഞ 26 വർഷമായിട്ട് ഏതാണ്ട് സ്റ്റേറ്റ് സെക്രട്ടറി എന്നുള്ള നിലയിലും 10 വർഷം മുഖ്യമന്ത്രി എന്നുള്ള നിലയിലും ഒക്കെ പാർട്ടിയെ ഇങ്ങനെ പൂർണ്ണമായിട്ട് നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ പെട്ടെന്ന് എല്ലാവരും കൈവിട്ടു, എല്ലാവരും വിമർശിക്കുന്നു എന്ന നിലയിൽ നിന്ന് അദ്ദേഹത്തിന് തിരിച്ചു കയറാനുള്ള ഒരു പടിയായിട്ട് അദ്ദേഹം ഇതിനെ കാണുന്നുണ്ട്. നടക്കുമോ എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. പിന്നെ ഇത് രാഷ്ട്രീയ നാടകമാണ് എന്ന് പറയാനേ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെയ്ഡൊക്കെ നേരത്തെ നടക്കേണ്ടതാണ്. ഒരുപക്ഷെ 1 വർഷം മുമ്പ്, 2 വർഷം മുമ്പ് നടക്കേണ്ടതാണ്. അപ്പോഴൊക്കെ ഈ റെയ്ഡിന് തടസ്സവാദം ഉന്നയിച്ചത് ഈ പറയുന്ന പ്രതികളാണ്, പ്രതികളും പ്രതിഭാഗം. അതിൽ കരിമണൽ കർത്തയുണ്ട്, ഈ പറയുന്ന ഇവരെല്ലാവരും ഉണ്ട്. ഇവരെല്ലാം ഇതിനെ ഓരോ പ്രൊസീജിയറൽ ഇതൊക്കെ പറഞ്ഞ് ഇതിനെ തടസ്സപ്പെടുത്തി താമസിപ്പിച്ചാണ് ഈ റെയ്ഡ് പോയത്. അപ്പോൾ ഇതിൽ ഒരു കോടതിയിലല്ല, പല കോടതികളിൽ. അപ്പോൾ ഇതിലെ ഏറ്റവും അവസാനത്തെ ഹേർഡിൽ എന്ന് നമുക്ക് പറയാവുന്ന തടസ്സവും കൂടി കോടതി തള്ളിക്കളഞ്ഞതിൻ്റെ പിറ്റേന്ന് തന്നെ റെയ്ഡ് നടന്നു. ഈ റെയ്ഡ് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 വർഷം മുമ്പെങ്കിലും മിനിമം നടക്കേണ്ട റെയ്ഡായിരുന്നു. അപ്പോൾ അതിപ്പോൾ നടന്നപ്പോൾ അതങ്ങ് നടന്നു എന്ന് നടത്തി അങ്ങ് പോയി. കേസ് എന്തായാലും കോടതി വാദിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു. പക്ഷേ അതിന് പകരം ഒരു പക്ഷേ ഇത് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി ഇവർ ആസൂത്രണം ചെയ്ത ഒരു പ്രതിഷേധമാണ്. ആ പ്രതിഷേധം പക്ഷേ കൈവിട്ടു പോയ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആർ.പി. അവിടെ ഒരു കാര്യം കൂടെ ഉണ്ട്. കാര്യം ഇത്തരത്തിലൊരു റെയ്ഡുമായി ഇ.ഡി. വന്നപ്പോൾ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനെ അറിയിച്ചില്ല, അല്ലെങ്കിൽ പോലീസിനെ അറിയിച്ചില്ല എന്നുള്ളൊരു വലിയ പരാതി ഇവർ ആദ്യം മുതൽ ഉന്നയിക്കുന്നുണ്ട്. അതാണ് ഒരു ന്യായീകരണമായി പോലീസും ആഭ്യന്തര വകുപ്പും പറയുന്നത്. ഇങ്ങനെ പോലീസിനെ അറിയിക്കുക, അത് എന്ത് ബാലിശമായിട്ടുള്ള ഒരു ന്യായീകരണമാണ്. എനിക്ക് തോന്നുന്നത് പ്രധാനപ്പെട്ട ആൾക്കാരും അത് പറയുന്നുണ്ട്. ഞങ്ങളെ അറിയിച്ചില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് പോലീസ് സന്നാഹം ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്നത്. 2 പ്രശ്നമുണ്ട് അതിനകത്ത്. ഒന്ന്, ഇത് റെയ്ഡ് അല്ല, ഇത് സെർച്ച് ആൻഡ് സീഷറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിസരം സെർച്ച് ചെയ്യുക, അവിടെ നിന്ന് കാര്യങ്ങൾ പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അത് ഏറ്റവും രഹസ്യ സ്വഭാവത്തോടു കൂടി ചെയ്യേണ്ട ഒരു കൃത്യമാണ്. കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഇവിടുത്തെ പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട പോലീസാണ്. ആ പോലീസ് ഉള്ളപ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് കൃത്യമായിട്ട് കേന്ദ്ര ഏജൻസിക്ക് അറിയാം. അവരിപ്പോൾ റെയ്ഡിന് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ വേണ്ട DGPയെ അറിയിച്ചാൽ പോലും ഇത് ചോർന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് സത്യമാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ മിനിസ്ട്രിയിലുള്ള പോലീസിംഗ് സംവിധാനമാണ് ഇപ്പോഴും ഉള്ളത്. ഷഫ്ലിംഗ് കാര്യമായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇവരൊക്കെ തന്നെ ഇപ്പോഴും ഉണ്ട്. ഇത് രാഷ്ട്രീയം വെച്ച് പോലുമല്ല, അല്ലെങ്കിൽ പോലും ഇത് ചോർന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതാണ് ഇതിനകത്തെ ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം വേറൊന്നാണ്. ഈ ഇ.ഡി. ഉദ്യോഗസ്ഥന്മാർ അവിടെ വന്ന് മണിക്കൂറുകളോളം ആണ് ഈ പ്രൊസീജിയർ നടത്തിയത്. പ്രൊസീജിയർ ഈ മുഴുവൻ വീട് തിരയുക മാത്രമല്ല, ചോദ്യം ചോദിക്കലുണ്ട്, അതിൻ്റെ രേഖകൾ തയ്യാറാക്കലുണ്ട്, അങ്ങനത്തെ നിരവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ മണിക്കൂറുകൾ അവിടെ അവർ ചെലവഴിച്ചിട്ടുണ്ട്. ആദ്യത്തെ മണിക്കൂറുകളിലൊന്നും യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ആൾക്കാർ കൂടിയിട്ടുണ്ടായിരുന്നു, അക്രമമൊന്നും ഉണ്ടായില്ല, മുദ്രാവാക്യം വിളിയും മറ്റു കാര്യങ്ങളും ഉണ്ടായിരുന്നു.
പുറത്തിറങ്ങിയപ്പോഴാണ് അക്രമം ഉണ്ടായത്. അപ്പോഴേക്കും ഇത്രയും മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു അക്രമം അവിടെ ഉണ്ടാകും എന്ന് തന്നെ വിചാരിച്ച് വേണ്ട അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. വെറും 50 പോലീസുകാരെയാണ് അവിടെ ഇട്ടതെന്ന് DGP തന്നെ പറയുന്നുണ്ട്. ഏതാണ്ട് 300ഓളം പ്രവർത്തകരുണ്ടായിരുന്നു, 300ൽ കൂടുതലുണ്ടായിരുന്നു. ഞാനും നിങ്ങളും ഒക്കെ ആ വിഷ്വൽ കണ്ടതാണ്. വീണ്ടും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏരിയ കംപ്ലീറ്റ് കോർഡൻ ഓഫ് ചെയ്തിട്ട് ഇവരെ കംപ്ലീറ്റ് അവിടെ നിന്ന് മാറ്റേണ്ടതായിരുന്നു. അല്ലെങ്കിൽ അതിനപ്പുറത്ത് അവർ പ്രതിഷേധിച്ചോട്ടെ എന്ന് വിചാരിക്കേണ്ടതായിരുന്നു, ഇല്ലേ? അല്ല, ഈ ശരിക്കും ED ഉദ്യോഗസ്ഥർ പുറത്തേക്ക് ഇറങ്ങുന്ന സമയം പോലീസിന് അറിയാം. അപ്പൊ ആ സമയം അവിടെ നിൽക്കുന്ന ജനങ്ങളെ അത്രയും ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ ഇവാക്യുവേറ്റ് ചെയ്ത് അവിടുന്ന് മാറ്റി ഒരു വഴി ഒരുക്കണമായിരുന്നു. ഇല്ല, ആ ഏരിയ കംപ്ലീറ്റ് കോർഡൻ ഓഫ് ചെയ്തിട്ട് ഒരു ഈച്ചയെ പോലും അകത്തോട്ടും പുറത്തോട്ടും വിടാത്ത രീതിയിൽ പോലീസിന് സന്നാഹം ഒരുക്കാൻ സാധിക്കുമായിരുന്നു. വഴി തീർച്ചയായിട്ടും ഒരുക്കാൻ സാധിക്കുമായിരുന്നു. അവർക്ക് ഈസി ആയിട്ട് ഇറങ്ങിപ്പോകാമായിരുന്നു. ഇത് ഞങ്ങളെ നേരത്തെ അറിയിച്ചില്ല, അതുകൊണ്ട് ഞങ്ങൾ ചെയ്തില്ല, ഞങ്ങൾ അതുകൊണ്ട് പിണങ്ങി എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു മുതിർന്ന പോലീസ് ഓഫീസർ പോലും അവിടെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ. ഒരു മുതിർന്ന പോലീസ് ഓഫീസർ അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ അവിടെ ഉള്ള ആൾക്കാരെ വെച്ചിട്ട് 50 പോലീസുകാരെ വെച്ചിട്ടാണ് മാനേജ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ IP ബിനു എന്ന് പറയുന്ന CPMന്റെ പഴയ കൗൺസിലർ, അദ്ദേഹം ഈ പറയുന്ന മുട്ട എറിയുന്നേ കാണുന്നുണ്ട്. ഒരു പോലീസുകാരനാണ് അയാളുടെ പുറകെ ഓടുന്നത്. ആ പോലീസുകാരൻ കൈ തട്ടി മാറ്റുമ്പോഴത്തേക്ക് മുട്ടയേറ് നടന്നു കഴിഞ്ഞു. അത് നമുക്ക് വിഷ്വലി വളരെ കൃത്യമായിട്ട് കാണാം. പക്ഷേ ഇങ്ങനെയൊക്കെയാണോ സന്നാഹം ഒരുക്കേണ്ടത്? ഇത് ഞങ്ങളെ നേരത്തെ അറിയിച്ചില്ല എന്ന് പറയുന്നത് യാതൊരു സാങ്കത്യവും ഇല്ല എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് മുൻകൂട്ടി മനസ്സിലാക്കി അതിനുള്ള സന്നാഹങ്ങൾ ഒരുക്കുകയാണ് പോലീസിൻ്റെ ജോലി. ചിലപ്പോൾ അത് സംഭവിച്ചേക്കാം, ചിലപ്പോൾ സംഭവിക്കാതിരിക്കാം. അങ്ങനെയാണല്ലോ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ യാത്ര ചെയ്യുമ്പോഴുണ്ടാകുന്ന സന്നാഹങ്ങൾ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും അപകടം ഉണ്ടായിട്ടാണോ? ഒരപകടവും ഇല്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും ഭീഷണി ഉണ്ടായിട്ടാണോ? കാര്യമായ എന്ത് ഭീഷണി അദ്ദേഹത്തിനുള്ള? 4 പേര് ചിലപ്പോൾ കരിങ്കൊടി കാണിക്കുമായിരിക്കും. അല്ലാതെ അദ്ദേഹത്തെ വേറെ ആരും ഫിസിക്കലി ഒന്നും ആക്രമിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലില്ല. പക്ഷെ അദ്ദേഹത്തിനുണ്ടായിരുന്ന മുന്നൊരുക്കങ്ങളും സന്നാഹങ്ങളും എന്തായിരുന്നു എന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിൽ ഇത്രയും ആൾക്കാർ കൂടിയിട്ട് ഇങ്ങനെ ഒരു പോലീസിന് ഇതിനൊരു പ്രിവെൻറ്റീവായിട്ടുള്ള ആക്ഷൻ എടുക്കാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ എന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം, ഇല്ലേ? അതെ. RP, മറ്റൊരു കാര്യം, ഇതിൻ്റെ അന്വേഷണത്തിലേക്ക് വരികയാണെങ്കിൽ ഈ കേസിൻ്റെ ഒരു മുന്നോട്ടുള്ള ഗതി എങ്ങനെയായിരിക്കും? വീണയെ ശരിക്കും ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് കോഴിക്കോട് റെയ്ഡ് നടന്നപ്പോൾ അവിടെ അത് കഴിഞ്ഞിട്ട് ED ഒരു മർസർ കൊടുത്തിരുന്നു. അവിടുന്ന് യാതൊന്നും സംശയാസ്പദമായി കണ്ടെത്തിയിട്ടില്ല. അതെ, റിപ്പോർട്ട്. പക്ഷേ തിരുവനന്തപുരത്ത് നിന്നും അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. മാത്രമല്ല കൃത്യമായ രേഖകൾ ഇവിടെ നിന്നും ആ അന്ന് പോയ വാഹനങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇനി ഇതിൻ്റെ അടുത്ത ഘട്ടം എന്തായിരിക്കും? ഇല്ല, ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 കേസുകളാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തേത് വീണ വിജയൻ്റെ കേസ് തന്നെയാണ്. ഇതിൽ ഞാൻ വേറൊരു ആംഗിളും കൂടെ പറയട്ടെ. ഞാൻ വിചാരിക്കുന്നത് ഇതിനകത്ത് വീണ നിരപരാധിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീണ വിജയനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇടപാടുകൾ നടന്നിട്ടുണ്ട്. അത് വളരെ വ്യക്തമാണ്. അത് വീണ വിജയനെ ചോദ്യം ചെയ്ത പല ആൾക്കാരും പറയുന്ന കാര്യം അതാണ്. അവർക്ക് അറിഞ്ഞുകൂടാ കാര്യങ്ങൾ, അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ, അവരെന്താണ് നടന്നതെന്നും അവർക്ക് വലിയ പിടുത്തമില്ല എന്നാണ് പറയുന്നത്. ശരിയാകാം, തെറ്റാകാം. അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇത് തുടക്കം മുതലേ അങ്ങനെയാണ്. ഇവർ ഏതോ ഒരു കമ്പനിയുടെ CEO ആയിട്ടാണ് ഇവിടെ നമ്മുടെ ടെക്നോ പാർക്കിൽ, എനിക്ക് ഓർമ്മയുണ്ട്, അത് രവിപിള്ളയുടെ കമ്പനിയാണ്. അവിടെ നിന്നാണ് പിന്നീട് ഈ പറയുന്ന ഇങ്ങനെ എക്സാലോജിക്ക്, അതിന് അനുബന്ധ കമ്പനികൾ, കമ്പനി, ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലെല്ലാം വീണ വിജയൻ അല്ലെങ്കിൽ വീണ തൈക്കണ്ടിയിൽ എന്നുള്ള വ്യക്തിയല്ല, മുഖ്യമന്ത്രിയുടെ മകളെന്നുള്ള നിലയിൽ തന്നെയാണ് ആ പരിഗണന കിട്ടിയെന്ന് ഏത് സാധാരണ ബുദ്ധിയുള്ള ആൾക്കും മനസ്സിലാവും. അപ്പോൾ പക്ഷേ ആ കേസ് ഇനിയും ശക്തമായി മുന്നോട്ട് പോകും. കാരണം EDക്കും ഇതിനകത്തൊരു വാശി വന്നിട്ടുണ്ട്. കാരണം ED ഉദ്യോഗസ്ഥന്മാരെ ഉപദ്രവിച്ചതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ആ കേസിലേക്ക് ഞാൻ വരാം. പക്ഷേ ഇത് ശക്തമായിട്ട് മുന്നോട്ട് പോകും. കോടതികളും ഇതിനെ ഇനിയും കൂടുതൽ വ്യക്തതയോടുകൂടി എടുക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇതിൻ്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് ഈ കാര്യങ്ങൾ പോവുകയാണ്. എന്ന് വെച്ചിട്ട് വീണ വിജയൻ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് വർഷത്തെ തടവും പിഴയും ഒക്കെ കിട്ടുമായിരിക്കും ഈ കേസ് ലോജിക്കൽ കൺക്ലൂഷനിൽ എത്തിയാൽ. അതിനപ്പുറം അതിൽ വേറെ വലിയ സംഭവമൊന്നുമില്ല. സാമ്പത്തിക കുറ്റകൃത്യമാണ്, അതിനെ ആ രീതിയിൽ തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ കേസ്
അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഇതിൻ്റെ തടസ്സവാദം ഉന്നയിച്ച ഇവരൊക്കെയാണ്. റെയ്ഡ് നടക്കുമെന്നറിയാം. റെയ്ഡ് നടന്നോട്ടെ, റെയ്ഡിൽ നിന്ന് പൊക്കോട്ടെ. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വീട്ടിലൊന്നും നടന്ന റെയ്ഡല്ല. വീണ തൈക്കണ്ടിയിൽ എന്ന ഈ കേസിൽ പ്രതിയാക്കപ്പെട്ട ആളുടെ വീട്ടിൽ നടന്ന റെയ്ഡാണ്. അത് പിണറായി വിജയൻ്റെ വീടായതാണ്. അല്ലാതെ പിണറായിക്കെതിരെയുള്ള കേസൊന്നുമല്ല ഈ CPM പറയുന്ന പോലെ. അത് അതിൻ്റെ വഴിക്ക് വിട്ടാൽ മതിയായിരുന്നു. ഇവരിതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിണറായിയെയും മകളെയും ഇവർ കുഴിയിലാക്കി എന്ന് വേണം കാണാൻ. അല്ല, ഇപ്പൊ ED-ക്കെതിരെ ഇത്തരത്തിലൊരു ഫിസിക്കൽ അറ്റാക്ക് നടന്നിരിക്കുന്നു. അപ്പൊ ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ കേസ് ഇവിടെ നിന്ന് തന്നെ മാറ്റി ഡൽഹിയിലേക്കോ മറ്റോ കൊണ്ടുപോകാനുള്ള സാധ്യത? അത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്നുള്ള നിലയിൽ പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന കേസിലെ വകുപ്പുകൾ തന്നെ വളരെ സീരിയസ് ആണ്. ഇതിൽ അനധികൃതമായിട്ട്, അതായത് നിയമപരമല്ലാത്ത രീതിയിൽ കൂട്ടം കൂടിയതിന്, റയറ്റിങ്ങിന്, അതായത് കലാപം ഉണ്ടാക്കുക, പബ്ലിക് സർവൻസിനെ അറ്റാക്ക് ചെയ്യുക, ഇതോ കാറ് അവരുടെ വണ്ടി തടയുക, വണ്ടി അറ്റാക്ക് ചെയ്യുക. BNS-ലെ ഇതിൻ്റെയൊക്കെ വകുപ്പുകളുണ്ട്. 189, 191, 121, 132, 118 ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഹൈലൈറ്റ് അതൊന്നുമല്ല. 109 ഉണ്ട്. BNS-ലെ 109, അതായത് വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കേസിൻ്റെ ഒരു തലം മാറുകയാണ്. ഇത് സാധാരണ ഒരു രാഷ്ട്രീയ അക്രമത്തിൽ എടുക്കുന്ന കേസായിട്ട് ഇത് നിലനിൽക്കില്ല. ഇത് മറ്റൊരു തലത്തിലേക്ക് ഈ കേസ് പോവുകയാണ്. ഇനി നിങ്ങൾ ചോദിച്ച ഇത് കേന്ദ്ര ഏജൻസികൾ ഏറ്റെടുക്കാൻ സാധ്യതയുണ്ടോ? പലരും പറഞ്ഞു, ആരൊക്കെയോ ആവശ്യപ്പെട്ടിട്ടുണ്ട് CBI അന്വേഷിക്കണമെന്ന്. പക്ഷേ CBIയേക്കാൾ കൂടുതൽ ഈ കേസ് ഏറ്റെടുക്കാനും അന്വേഷിക്കാനും സാധ്യതയുള്ളത് NIA ആണ്. NIA ആണെങ്കിൽ പെട്ടു എന്ന് വിചാരിച്ചാൽ മതി. NIA എങ്ങനെയാണ് സാങ്കേതികമായി ഇതിലോട്ട് വരുന്നത്? ഞാൻ പറയാം. അതിൽ UAPA കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. UAPA കൊണ്ടുവരാൻ നല്ല സാധ്യതയുണ്ട്. കാരണം വധശ്രമത്തിന് ഓൾറെഡി കേരള പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആരെയാണ് വധിക്കാൻ ശ്രമിച്ചത്? കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിന് വന്ന ഉദ്യോഗസ്ഥന്മാരെയാണ്. അപ്പോൾ ഇതിൽ UAPAയുടെ അത് കോടതിയിൽ നിലനിൽക്കുമോ മറ്റു കാര്യങ്ങളൊക്കെ വേറെയാണ്. പക്ഷേ ഇത് UAPA കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വമേധയാ NIAക്ക് ഈ കേസ് ഏറ്റെടുക്കാം. അതിന് കേരള പോലീസിൻ്റെ സഹായമോ അവരുടെ അപ്രൂവലോ ആവശ്യമില്ല. ഇത് കേന്ദ്ര സർക്കാർ ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇതങ്ങനെ നടക്കും. എന്താണെന്ന് വെച്ചാൽ കേന്ദ്രത്തിനും ആവശ്യമുണ്ട്. ED ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഇവിടെ മാത്രമല്ല മറ്റു പലയിടത്തും ഭാവിയിൽ അക്രമങ്ങൾ ഉണ്ടായാൽ ഇതായിരിക്കും ഇതിൻ്റെ ഗതി എന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ടത് EDയുടെ ആവശ്യമാണ്, കേന്ദ്ര സർക്കാരിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് കേന്ദ്ര ഏജൻസി ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം, ഇവിടുത്തെ ഈ വളരെ പ്രൊട്ടക്റ്റഡായിട്ടുള്ള എൻവയറമെൻറ്റിലായിരിക്കില്ല കേസ് മുന്നോട്ട് പോവുക. ഇവരെയൊക്കെ കേരളത്തിന് പുറത്തേക്ക് കൊണ്ടുപോകേണ്ടി വരും. കേരളത്തിന് പുറത്ത് ഇവർക്ക് ചോദ്യം ചെയ്യലിന് വിധേയരാകേണ്ടി വരും. ഇത് അപ്പോഴൊന്നും CPMന് ഒരു പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ ബഹളം വെക്കാമെന്നല്ലാതെ ഇതിനപ്പുറത്തോട്ട് അവർക്ക് യാതൊന്നും കാര്യമായിട്ട് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഈ നേതാക്കന്മാരെല്ലാം കൂടെ പൈസ പിരിച്ച് ഇവർക്ക് വേണ്ടിയിട്ട് കേസ് നടത്തണം. കേസ് നടത്തുകയാണെങ്കിൽ പോലും ഇവർ കേരളത്തിലായിരിക്കില്ല. ചിലപ്പോൾ UAPA പ്രകാരം ഇവരെ അറസ്റ്റ് ചെയ്തു. ഇത്രയും വലിയ അക്രമങ്ങൾ നടന്നിട്ടും ഈ അക്രമികളെ ന്യായീകരിക്കുകയാണ് CPMന്റെ മുതിർന്ന നേതാക്കൾ. പറയുന്നത് ഗാന്ധിയന്മാർ പോലും ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചു പോകുന്നൊക്കെ ന്യായീകരണം വരും. ഗാന്ധിയന്മാർ പ്രതിഷേധിച്ചാലും ആര് പ്രതിഷേധിച്ചാലും എന്തായാലും ഇഷ്ടികയും മുട്ടയുമായിട്ടും ഒന്നുമല്ല പ്രതിഷേധിക്കുക. ഇത് വളരെ ആസൂത്രിതമാണ് എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം ഈ മുട്ട എറിയുകയാണ്. ആദ്യം മുട്ട എറിഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഇമ്മൊബിലൈസ് ആവും. കാരണം കാണാൻ പറ്റില്ല. അറിയാതെ വൈപ്പറും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇത് ഈ തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമത്തിലെ ആൾക്കാർ കാണിക്കുന്ന പരിപാടിയാണ്. തമിഴ്നാട്ടിലെ നാഷണൽ ഹൈവേയിലൊക്കെ പലപ്പോഴും ഇങ്ങനത്തെ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുട്ട എറിഞ്ഞു കഴിഞ്ഞാൽ മുമ്പോട്ടുള്ള വഴി കാണില്ല. അപ്പോൾ വണ്ടി നിന്ന് കഴിയുമ്പോൾ മറ്റു അക്രമം ഉണ്ടാകുക. അത് വളരെ കൃത്യമായിട്ട് തന്നെ ആസൂത്രിതമായിരുന്നു. ഇത് തല്ലി പൊട്ടിക്കണമെന്ന് തന്നെ വിചാരിച്ചാണ് ഇത് ചെയ്തത്. എന്തായാലും ഈ കേസിൽ ഈ ഒരു അക്രമത്തിൽ ലോട്ടറി അടിച്ചത് ബിനീഷ് കൊടിയേരിക്കാണ്. ബിനീഷ് അതിനിടയിൽ നിന്നുകൊണ്ട് ഇവരെയൊക്കെ തടസ്സപ്പെടുത്തുന്നുണ്ടായിരുന്നു, ചെയ്യരുത്. പക്ഷേ ബിനീഷ് ആ വെയിലും കൊണ്ട് അല്ലെങ്കിൽ മഴയും കൊണ്ട് അവിടെ കുത്തിയിരുന്നതിൻ്റെ ഫലം ഉണ്ടായി. അദ്ദേഹത്തിന് CPMലേക്ക് മെമ്പർഷിപ്പ് പ്രവേശനം അദ്ദേഹത്തിന് തുറന്നു കൊടുത്തു. അത് പിണറായി തന്നെ 3 വർഷമായിട്ടോ മറ്റോ അദ്ദേഹം ഇരിക്കുകയാണ്. അപ്പോൾ ബിനീഷിനോട് ചോദിച്ചാൽ മതി എന്തുണ്ടാവുമെന്ന്. ബിനീഷിന് വളരെ കൃത്യമായിട്ട് അറിയാം. ഈ പറയുന്ന പോലെ ബിനീഷിൻ്റെ വീട്ടിലെ റെയ്ഡ് നടന്നപ്പോൾ ഇതുപോലെ ഒരു ബഹളം ഉണ്ടാക്കിയാണ്. കൊടിയേരി ജീവിച്ചിരിപ്പുള്ള സമയമാണ്. ബിനീഷ്
1 വർഷത്തിൽ കൂടുതലാണ് ജാമ്യമില്ലാതെ ജയിലിനകത്ത് കിടന്നത്. അതെ അതെ. അത് വളരെ അല്ല, കൃത്യമായിരുന്നു. ബിനീഷിന്റെ മാനസികാവസ്ഥ വ്യക്തമാണ്. കാര്യം കഴിഞ്ഞ ദിവസം താങ്കൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഈ ലഹളയുടെ അന്ന് വൈകിട്ടത്തെ ബിനീഷിന്റെ പോസ്റ്റ് രാജസ്ഥാൻ റോയൽസിന്റെ ക്രിക്കറ്റിന്റെ സ്കോർ റേറ്റിംഗിനെ കുറിച്ചായിരുന്നു. ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരു പോസ്റ്റ് ആയിരുന്നു. അത് വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് ഒരു വഴി തുറന്നു കിട്ടി. കഷ്ടമാണ്. കാരണം അവരുടെ വീട്ടിൽ നടന്ന റെയ്ഡിൽ കോടിയേരി ബാലകൃഷ്ണനെ പോലെ ഇത്രയും ഉന്നതനായ ഒരു രാഷ്ട്രീയ നേതാവായിട്ടും അദ്ദേഹം എടുത്ത നിലപാട്, അതെൻ്റെ മക്കളുടെ കാര്യമാണ്, ഞാൻ അതിനകത്ത് ഇടപെടത്തില്ല എന്നാണ്. 2 മക്കൾക്കെതിരെയും ഗുരുതരമായ വിഷയങ്ങൾ വന്നപ്പോൾ അദ്ദേഹം എടുത്ത നിലപാട്. പക്ഷേ ഇവിടെ അത് എടുക്കുന്നില്ല. അത് എടുക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ വീണയേക്കാൾ കൂടുതൽ ഈ കേസിനെ കുറിച്ച് അറിയാവുന്നത് ശ്രീ പിണറായി വിജയന് തന്നെയായിരിക്കും. നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.